ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ പതിവ് പോലെ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തേ. ചേച്ചി ഇന്നലെ വന്നപ്പം അവൾക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതിനകത്തുനിന്ന് രണ്ടെണ്ണം ഞാൻ കടം മേടിച്ച് വെച്ചാണ് ഇവിടെ അച്ചാറിടാൻ വേണ്ടിയിട്ട്. ഞായറാഴ്ച ആയിട്ടുണ്ട് ഏറ്റവും വലിയ പണിയെന്ന് പറഞ്ഞാൽ തുണിയലക്കലാണല്ലോ. രാവിലെ അങ്ങനെ തുണിയൊക്കെ എടുത്ത് മെഷീനകത്തിട്ടിട്ട് ഇന്ന് കുറച്ച് പന്നിയിറച്ചി വാങ്ങാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അവണാവഴി പോയി ഇറച്ചിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നേ. രാവിലെ തന്നെ നമ്മൾ കുക്കിങ്ങിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നേ. വീക്കെൻഡ് ആയതുകൊണ്ട് പിള്ളേർ ഇവിടെയുണ്ട്. അങ്ങനെ രാവിലെ നമ്മൾ ചോറ് വെച്ചു. പിന്നെ നമ്മൾ കുടിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയാണ്. ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് എനിക്കിപ്പോൾ തേങ്ങ ചിരകുക എന്നുള്ളത്. മാക്സിമം തേങ്ങയില്ലാത്ത കറികളൊക്കെയാണ് വെക്കുന്നത്. ദോശയ്ക്ക് പിന്നെ ചമ്മന്തിയാണല്ലോ ടേസ്റ്റ്. അപ്പോൾ രാവിലെ ഈ വെള്ളച്ചമ്മന്തിയാണ് ഞാൻ അരയ്ക്കുന്നത്. അതായത് മുളക് കൂടുതലിട്ടിട്ട് മുളക് പൊടി ഇടാത്ത ചമ്മന്തിയില്ലേ, അതാണ്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും ജീരകവും ഉപ്പും ഇതാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. അങ്ങനെ നമ്മുടെ ചമ്മന്തിയൊക്കെ ഇവിടെ ഏകദേശം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ തിളപ്പിച്ച് ദാഹശമനി വെള്ളമാണ് ഇതിപ്പോൾ ഫുൾ ടൈം നമ്മളിവിടെ തിളപ്പിച്ച് വയ്ക്കുക. അതാകുമ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കാം. അങ്ങനെ നമ്മൾ അരി കഴുകാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെയാണ് അരി കഴുകുന്നത്. ഇവിടുന്ന് വാങ്ങുന്ന അരിക്ക് ഏറെ കാടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകിയിട്ടുണ്ടെങ്കിലും അത് കാടി ശരിക്കും പോവത്തില്ലേ. അങ്ങനെ അരിയൊക്കെ കഴുകി നമ്മൾ ഇത് റൈസ് കുക്കറിനകത്തേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് നമ്മൾ രാവിലെ തന്നെ ചോറ് വയ്ക്കുന്നത്. പിന്നെ പതുക്കെ ദോശ പരിപാടിയിലേക്കൊക്കെ കടന്ന് ചേച്ചിയുടെ മോൾക്കാണെങ്കിൽ ഏത് സമയത്ത് ദോശ കൊടുത്താലും അവൾ കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അവളുടെ മനസ്സിലാകെ ഉള്ളൊരു സാധനം ദോശയാണ്. കഴിഞ്ഞ ആഴ്ച ഫുഡ് ഉണ്ടാക്കിയപ്പോൾ ഇവരെന്നെ പറ്റിച്ചു. ഞാൻ ഉണ്ടാക്കി കൊടുത്ത പുട്ട് കഴിച്ചില്ലേ. അതുകൊണ്ട് ഈ ആഴ്ച ഞാൻ വേറെ വെറൈറ്റി ഒന്നും പരീക്ഷിച്ചില്ല. ദോശ തന്നെ ചുടാമെന്ന് വെച്ചേ. നെയ്യ് ഒഴിച്ച ദോശ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അങ്ങനെ നെയ്യൊക്കെ പുരട്ടി നമ്മൾ കുറച്ച് ദോശ രാവിലെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അടുക്കളയിലെ ജോലികൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടല്ലോ. സാധാരണ എൻ്റെ ഞായറാഴ്ചകൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് മാറുമ്പോഴത്തേനും എല്ലാ റൊട്ടീനും മാറുമല്ലോ. അങ്ങനെ നമ്മുടെ ചോറൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഉച്ചയാകുമ്പോഴത്തേനും ഊറ്റിയെടുത്താൽ മതിയല്ലോ. അങ്ങനെ കടുകൊക്കെ താളിച്ച് നമ്മളെ ചമ്മന്തിയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചമ്മന്തി ഉണ്ടാക്കിയത് കുറച്ച് കൂടിപ്പോയി. കാര്യം അവർക്ക് രണ്ടുപേർക്ക് മാത്രം മതി ഈ ദോശ. അതിന് ഈ ചമ്മന്തി എക്സ്ട്രാ ആയിരുന്നേ. അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ബാക്കി നമ്മുടെ ഉച്ചയ്ക്കത്തെ പരിപാടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ദിവസമായി ഇവിടെ കപ്പ വാങ്ങി വേവിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നേ. തുണിയൊക്കെ അലക്കി ടെറസിൻ്റെ മേലെ ഇട്ടിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും നല്ല വലിയ മഴ പെയ്യാൻ തുടങ്ങി. ഇവിടുത്തെ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കണ ഈ മഴ ഉച്ചയ്ക്ക് ശേഷം നല്ല വെയിലായിരുന്നേ. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. കട്ടപ്പനയിലൊക്കെ പൊതുവെ മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി പെയ്യുമല്ലോ. അങ്ങനെ ഇറച്ചി വാങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേക്കിനും അതിനകത്ത് കുറേ ഇങ്ങനെ തൊലിയുടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ ഉരുക്കിയെടുത്തു. അപ്പോഴത്തേനും ദ്രോണ വന്നേ. ഇവനാണെങ്കിൽ ഇപ്പോൾ വീക്കെൻഡിൽ ഇവൻ മാത്രമല്ല, ദ്രോണ ആരും ഒക്കെ ഇപ്പോൾ വീക്കെൻഡ്സിൽ മാത്രമേ വരത്തുള്ളൂ. ഇവർ പിള്ളേരെയാണല്ലോ പൊതുവെ ഇഷ്ടം. അപ്പോൾ ഇവർ 4 പേരും കൂടെ കൂടുമ്പോഴത്തേക്കിനും ഒരു രസമാണ്. അപ്പോൾ രാവിലെ ഇറങ്ങി വന്നിട്ടുണ്ട്. രാവിലെ ഇനിയിപ്പോൾ ഇവർ 4 പേരുടെയും കൂടെ കളിയും അടിപിടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഈ ഗ്യാങ്ങിലേക്ക് പുതിയൊരാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നെയ്ബറുടെ കുട്ടിയാണ്. അപ്പോൾ അവൻ നമ്മളെ യൂട്യൂബ് ചാനൽ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പോസ് ചെയ്യുന്നതാണ്. അങ്ങനെ ഇന്നിപ്പോൾ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ കറിവേപ്പിലയുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കറിവേപ്പില എടുക്കാറ്. അപ്പോൾ കറിവേപ്പില കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇനി നമുക്ക് ഒടിച്ച് ഫ്രിഡ്ജിലൊക്കെ വെക്കണേ. കുട്ടി കുട്ടി ജോലികളായിട്ട് ഒരുപാട് ജോലികളുണ്ടല്ലോ ഞായറാഴ്ച ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉച്ചയായപ്പോഴത്തേനും പിള്ളേർ സെറ്റൊക്കെ ലഞ്ച് കഴിക്കുകയാണ്. ഇവർക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം വേണം ആമിയെ കാണാൻ വേണ്ടിയിട്ട് പോകാനായിട്ട്. അങ്ങനെ 4 പേരും കൂടെ ഇരുന്ന് അവർ ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് ഞാൻ കഴിച്ചത്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറഞ്ഞാൽ ചോറ്, മോരുകറി, പയറ് മെഴുക്കുവരട്ടി, പപ്പടം ഇതൊക്കെയായിരുന്നേ. അപ്പുറത്തെ വീട്ടിലെ കുട്ടി 2 മിഠായിയൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മോപ്പ് ഹോൾഡർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചൂലൊക്കെ ചുമ്മാ തറയിൽ ഇങ്ങനെ ഇടുകയല്ലേ, അപ്പോൾ എല്ലാം ഹാങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചേ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും അവർ മുകളിൽ പോയി ആമിയുടെ അടുത്ത് കുറേ നേരം ഇരുന്നിട്ട് ആമീനെയും കൂട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ആമി നല്ല കുളിച്ച് സുന്ദരി കുട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാവരും പിള്ളേരായതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ കൊണ്ട് നടക്കാൻ ഇഷ്ടമാണ്. ആമി അതിൻ്റെ ഒപ്പം നടന്നോളുവേ. അങ്ങനെ ആമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് കാത്തൂൻ്റെ പാട്ട്. അങ്ങനെ പാട്ടൊക്കെ ടി വിയിൽ ഇട്ട് കൊടുത്തിട്ട് ആമി കുറച്ച് നേരം ഡാൻസ് കളിക്കും, കുറച്ച് നേരം വർത്താനം പറയും, പിന്നെ ഓടി നടക്കും. പിള്ളേർക്കാകുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കാണുമ്പോൾ ഓരോ കൗതുകമാണല്ലോ. കുറേ കഴിഞ്ഞ് നടന്നു വരുന്നൊക്കെ എല്ലാവരും താളന്ന് അങ്ങനെ കിടന്ന് പാട്ട് കാണുകയാണേ. അപ്പം ചുമ്മാ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് വെച്ച് ഇതൊക്കെ ഇവനും കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ കാണുമ്പോഴത്തേക്കിനും ഒരു രസമാണല്ലോ. അങ്ങനെ പിള്ളേരെല്ലാവരും കൂടെ അവിടെ ഇരിക്കുകയാണ്. ഞായറാഴ്ച ദിവസം മാത്രമാണ് ഇപ്പോൾ മുറ്റം തൂക്കാനായിട്ട് സമയം കിട്ടുന്നത്. മുറ്റമൊക്കെ തൂത്തിട്ട് ആ വേസ്റ്റ് അവിടെ തന്നെ ഇട്ട് നമ്മളിങ്ങനെ കത്തിക്കും. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മളൊരു കടുങ്കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചേ. ഇതെല്ലാം ഞായറാഴ്ചകളിൽ മാത്രം നടക്കുന്ന ഓരോരോ കാര്യങ്ങളാണ്.
അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിന്ന് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അതും എല്ലാം വീക്കെൻഡ്സിൽ മാത്രമുള്ള പരിപാടികളാണ് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേന് കുറച്ച് പായസം വെച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ കുടിച്ച് നമ്മുടെ വീട് ഏകദേശം ശാന്തമായിട്ടുണ്ട്. പിള്ളേരൊക്കെ പോയി. നാളെ ഇനി തിങ്കളാഴ്ചയാണല്ലോ, എല്ലാവർക്കും ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന കുട്ടി കുട്ടി ജോലികളൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അടുക്കളയിൽ. അതിനുശേഷം കുറച്ച് കുന്തിരിക്കം കത്തിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് തീക്കനലില്ലാത്തതുകൊണ്ടേ ഇത് പുകയാനായിട്ട് ഭയങ്കര പാടാണ്. അങ്ങനെ കർപ്പൂരമൊക്കെ ഇട്ട് അത് പുകച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാളത്തേക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള മീനൊക്കെ ഞാൻ മസാല പുരട്ടി ഇന്നേ ഫ്രിഡ്ജിൽ വെക്കും. അല്ലാത്ത മീൻ എടുത്തിട്ട് ഇങ്ങനെ ഒരു കണ്ടെയ്നറിനകത്താക്കി ഫ്രിഡ്ജിൽ വെക്കുക. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഗ്ലാസ് തറയിൽ വീണ് പൊട്ടി. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി ഇന്നത്തെ ഒരു ദിവസം നമുക്ക് അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.